പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 43 മുതൽ 44 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. സഹിക്കാനിരിക്കുന്ന അതികഠോരമായ പീഡകളുടെ തീവ്രത സ്വന്തം ഹൃദയത്തിൽ വഹിച്ച ഈശോ തീവ്രവേദനയോടുകൂടെയാണ് ഗത്സമേനിൽ പ്രാർത്ഥിക്കുന്നത്. വൈദ്യശാസ്ത്രം പഠിപ്പിക്കുക, ഒരു മനുഷ്യൻ്റെ ഹൃദയം പൊട്ടുമ്പോഴാണ് ആ ഹൃദയത്തിലെ രക്തം രോമകൂപങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നാണ്. ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു എന്ന് തിരുവചനം പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഹൃദയം പൊട്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത് എന്നാണ്. ഈശോയുടെ ഹൃദയരക്തമാണ് ആ രോമകൂപങ്ങളിലൂടെ വിയർപ്പ് തുള്ളികളായി ഇറ്റിറ്റ് വീണത്. എന്നാൽ ഈ സഹനങ്ങളുടെ നടുവിലും സ്വർഗം ഈശോയെ ഒറ്റയ്ക്കാക്കുന്നില്ല. ഇതാ അവിടുത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട് സ്വർഗമയക്കുന്ന ഒരു സഹായകൻ, ഒരു ദൂതൻ അവിടെ വരുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നു. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെയും ജീവിതത്തിൽ ഹൃദയം തകരുന്ന വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മളാരും ഒറ്റയ്ക്കല്ല. നമ്മളെ ശക്തിപ്പെടുത്തുവാൻ കർത്താവ് നമ്മളോടൊപ്പമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇന്ന് ഈശോ നമുക്ക് തരിക. ഈ പീഡാനുഭവ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഒരു പ്രത്യാശ കർത്താവ് നിറയ്ക്കുകയാണ്. നിന്റെ സഹനങ്ങളിൽ, വേദനകളിൽ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈശോ നമുക്കും തരുന്നു. ഈ ഓർമ്മപ്പെടുത്തൽ നമ്മളെയും ശക്തിപ്പെടുത്തട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.